ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഡൈമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ ഒരു വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി തന്നാൽ അതിൻ്റെ ഡൈമെൻഷനാണ് L(t⁻⁻1) എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടാമത്തെ കോളത്തിൽ കാണാൻ പറ്റും. ആക്സിലറേഷൻ്റെ ഡൈമെൻഷൻ ഫോർമുല L(t⁻²). എന്താണ് L, എന്താണ് T എന്നുള്ളത് നമുക്ക് നോക്കണം. അതുപോലെ ഫോഴ്സിൻ്റെ, മൊമെൻറ്റം എല്ലാത്തിൻ്റെയും ഡൈമെൻഷൻ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എക്സാംസിനും എൻട്രൻസ് എക്സാംസിനും എല്ലാത്തിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബൈ ഹാർട്ട് ചെയ്യാനാണ് പല സ്കൂളിലും പറയുക. നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിനി അങ്ങോട്ട് നമ്മുടെ +1 +2 സീരീസിൽ നമുക്കിത് ആവശ്യമുള്ളൊരു കാര്യമാണ്. മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ +1 +2 ഈസിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ ക്വാണ്ടിറ്റീസ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് വരാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എടുക്കാം. അപ്പോൾ സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഇതിൻ്റെ ഡൈമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കണം. അതായത് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നതിൻ്റെ ഡൈമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കാം. അതായത് ഡൈമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാൻ 3 ആളുകളാണ് നമുക്ക് വേണ്ടത്. അതായത് M, L, T എന്ന് പറയുന്ന 3 ആളുകൾ. M എന്ന് പറയുന്നത് മാസ്, L ലെങ്ത്ത്, T എന്ന് പറയുന്നത് ടൈം. മാസ്, ലെങ്ത്ത്, ടൈം. അപ്പോൾ നമ്മളിവിടെ ഈ സ്പീഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൻ്റെ ഇക്വേഷൻ എഴുതണം. സ്പീഡിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റിയും ടൈം എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റിയുടെയും MLT എഴുതണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. D= രണ്ട് സൈഡിലും MLT എന്നെഴുതി, അടിയിലും MLT എന്നെഴുതി എന്ന് വിചാരിക്കല്ല. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കുക. കുറച്ചും കൂടി എക്സ്പേർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇല്ലാതെ, ഈ സ്റ്റെപ്പൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പോൾ മാസ്, ലെങ്ത്, ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം മാസുമായി യാതൊരു ബന്ധമില്ല, അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ അങ്ങനെയൊക്കെയല്ലേ വരിക. അപ്പോൾ ഒരിക്കലും മാസമായിട്ട് ബന്ധമില്ല. അപ്പോൾ (0) എഴുതി. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് ലെങ്ത്തായിട്ട് ബന്ധമുണ്ട്. ബന്ധം മീൻസ് അതിൻ്റെ ആ യൂണിറ്റിൽ മീറ്റർ ആണല്ലോ. മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ, മൈലായാലും എന്തായാലും നമ്മൾ ലെങ്ത്താണ് അളക്കുക, അല്ലേ? സോ അതിന് ബന്ധമുണ്ട്. (1) എഴുതി. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് ടൈമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ അവിടെ ടൈമൊന്നും പറയുന്നില്ല. അല്ലാതെ ടൈം കൂടുമ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നു അങ്ങനത്തെ റിലേഷൻസ് അല്ല. അതിൻ്റെ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് നോക്കുക. മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ അല്ലെങ്കിൽ അങ്ങനെ മൈൽ അങ്ങനെ അല്ലെങ്കിൽ ഫർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതെന്ന് പറയുന്നത് നീളമാണ്. അപ്പോൾ ടൈം 0 ആണ്, അല്ലേ? ഇനി ടൈമിൻ്റെ കാര്യം വരുമ്പോൾ ഒരു 3 ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ടൈമിൻ്റെ കാര്യം പറയുമ്പോൾ ടൈമും മാസുമായി യാതൊരു ബന്ധമില്ല, 0 എഴുതി. ടൈമും ലെങ്ത്തുമായിട്ട് യാതൊരു ബന്ധമില്ല, 0 എഴുതി. ടൈം T ആണല്ലോ. അപ്പോൾ എന്തായാലും ബന്ധമുണ്ട്, റിലേഷൻ ഉണ്ട്. അപ്പോൾ (1) എഴുതി. 1ഉം 0 മാത്രമേ ഉള്ളൂ. വേറെ നമ്പേഴ്സ് ഉണ്ട്, പറയാം എങ്ങനെയാണ് വരണേന്നുള്ളത്. ഇനി M(0) എന്ന് പറഞ്ഞാൽ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. M(0) എഴുതേണ്ട ആവശ്യമില്ല. L(1) എഴുതണം. T(0) എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ L(1) ഡിവൈഡ് ബൈ M(0) എഴുതണ്ട, L(0) എഴുതണ്ട, T(1) എഴുതണം. T(1) എഴുതി. ഇനി ഈ T(1) മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ L(1) T(1) മുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരിക? 1/x(n) എന്നുള്ള നമ്പർ മുകളിലേക്ക്, x(n) മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 10th x(-n) ആവും. അതായത് T(1) മുകളിലേക്ക് വരുമ്പോൾ T(-1) ആവും. അപ്പോൾ ഇനി L(1) എന്നുള്ളത് 1 ആയിട്ട് പറയണമെന്നില്ല. അപ്പോൾ നമുക്ക് L എന്ന് എഴുതിയാൽ മതി. 1 എഴുതുന്നതിന് കുഴപ്പമില്ല. T(-1) ഇതാണ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡൈമെൻഷൻ ഫോർമുല. അത്ര ഈസിയാണ്. ഇനി അടുത്ത് നോക്കാം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻസ് അറിയണം. ഇക്വേഷൻ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്.
ഇത് കണ്ടെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ടേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിവിടെ കണ്ടെത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് എങ്ങനെയാണ് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. സോ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്നുള്ളത് നമ്മൾ ആദ്യം കാണണം. അതാണ് ഈ സ്റ്റെപ്പ്. ഇങ്ങനെ എഴുതി നമുക്കിത് കിട്ടി. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് LT⁻⁻1 ഡിവൈഡ് ബൈ ടൈം അല്ലേ. അപ്പോൾ MLT എന്ന് എഴുതി. ടൈം എന്ന് പറയുമ്പോൾ M 0 ആണ്, ടൈമിന് L 0 ആണ്, T 1 ഉണ്ട്. അപ്പോൾ ഇനി സീറോക്കാരൊക്കെ കളയാം. LT⁻⁻1 ഡിവൈഡ് ബൈ എമ്മും എല്ലും കളഞ്ഞു, കാരണം റേസ് ടു 0 അല്ലേ. T⁻1 T⁻1 മുകളിലേക്ക് വരുമ്പോൾ LT⁻⁻1 T⁻1 മുകളിലേക്ക് വരുമ്പോൾ T⁻⁻1 അതായത് L എഴുതി. ഇതെങ്ങനെ ആഡ് ചെയ്യാം നോക്കി നോക്കാം. T⁻⁻1 ഇൻറ്റു T⁻⁻1 എന്നുള്ള ഫോമിലാകുമ്പോൾ ഇവ രണ്ടുപേരെയും ആഡ് ചെയ്യുക. T ഒരെണ്ണം എഴുതുക, ആഡ് ചെയ്യുക. അപ്പോൾ -1 + -1 -2 അതായത് LT⁻⁻2 ആണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ. ഇങ്ങനെ നമുക്ക് ഓരോന്നിനും കണ്ടുപിടിക്കാം.